ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നല്ല ചൂടാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ദാഹം ക്ഷീണമൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഡ്രിങ്കുകളായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ഇനി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് അലിയിച്ചെടുക്കുക. നന്നായിട്ട് ഇത് തിളച്ചൊക്കെ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ആരോറൂട്ട് പൗഡറാണ്, കൂവപ്പൊടി. ഇപ്പോൾ കൂവപ്പൊടി ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. 4 ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട്. നമ്മളിത് കാണുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും. വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ടൊക്കെ ഉടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലിങ്ങനെ എന്തെങ്കിലും അഴുക്കുകളൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒരു കറുത്ത അടയാളങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിലേക്ക് അരിച്ചെടുക്കുമ്പോൾ പോവും. ഇനി ഇതാ വേറൊരു പാത്രത്തിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് തിളച്ച് വരുന്ന ടൈമിൽ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടി ഒഴിച്ചു കൊടുക്കുക. കൂവപ്പൊടി കലക്കി ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത് അങ്ങ് കട്ട പിടിച്ചിട്ട് പോകും. ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടാണ് നമ്മളിത് ഒഴിച്ചെടുക്കുന്നത്. എന്നാലും നമുക്കിത് ഒന്ന് അരിച്ചൊഴിക്കുമ്പോൾ കുറച്ചൊരു ടൈം വേണമല്ലോ, അപ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിന് പകരം വേണമെങ്കിൽ പശുവിൻ പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് ചൂടാക്കി ഇതാക്കരുത്, പിരിഞ്ഞു പോകും. എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആയതിനു ശേഷം 1 കപ്പോളം ശർക്കരപ്പാനി ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ളത്, അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ചുക്കുപൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇളനീരിൻ്റെ ഉള്ളിലത്തെ വഴമ്പാണ്. ഇളനീര് കുടിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വഴമ്പ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്താണ്, അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. നമ്മളിതിങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇതും കൂടെ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അടുത്തതായിട്ട് നല്ലവണ്ണം പഴുത്തിട്ടുള്ള മൈസൂർ പഴമാണ്. അപ്പോൾ ഒരു 4ഓ 5ഓ എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചൂടാക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കുറച്ച് നേരം നമ്മൾ ഈ പാത്രത്തിൻ്റെ ചൂട് ഒന്ന് കുറയുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ എടുത്താൽ 4 ഗ്ലാസ്സിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവായിരുന്നേ. ഇത് നമ്മൾ എത്ര കുടിച്ചാലും ഒരു ഗ്ലാസ് കൂടിയും കിട്ടിയെങ്കിൽ തോന്നൂട്ടാ, അത്രക്കും ടേസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ കുടിക്കുന്ന സമയത്ത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇളനീര് കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ കുടിക്കുന്ന സമയത്ത് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചെറുപഴം, നല്ല പഴുത്ത പഴം നോക്കിയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലും ഒരു സൂപ്പർ ഡ്രിങ്ക് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയുള്ള ഒരു ഐറ്റമാണ്. ഇതാണെങ്കിൽ നമുക്ക് ചൂടോടെയും കുടിക്കാം, അതേസമയം നല്ല തണുത്തിട്ട് കുടിക്കുകയാണെങ്കിൽ അതും ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാൽ എടുക്കാൻ മടിയുള്ളവർക്കാണെങ്കിൽ പാൽ ഒഴിച്ചു കൊടുത്താലും മതി. അതേപോലെ ശർക്കര പാനിക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ചൂടിന് പറ്റിയുള്ള അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.